Good morning guys, welcome back to my channel. അപ്പോൾ ഇന്ന് കുറച്ച് ഡിഫറെൻ്റായൊരു കാര്യം ഞാൻ ട്രൈ ചെയ്യാമെന്ന് വിചാരിക്കുക. ഞാൻ ഇന്ന് സോളോ ഡേറ്റ് ലണ്ടനിൽ സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ അജണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ബ്രഞ്ചിന് മദീര ട്രീ ഹൗസ് എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറൻറ്റിൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ അടുത്ത് തന്നെ ജംഗി മാച്ച എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പുണ്ട്. ഭയങ്കര റിവ്യൂസൊക്കെയാണ്. അപ്പോൾ അവിടെ ഒന്ന് പോകണം. പിന്നത്തെ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ വിൻഡോ ഷോപ്പിംഗ് കാര്യങ്ങൾ, കുറച്ച് മേക്കപ്പ് പ്രൊഡക്ട്സ് വാങ്ങണം. അപ്പോൾ ഇതെല്ലാം റീജൻ സ്ട്രീറ്റിൽ തന്നെയാണ്. ലണ്ടനിലേക്ക് ഞാൻ ഒരുപാട് തവണ വന്നിട്ടുണ്ടെങ്കിലും എപ്പോഴും എനിക്ക് വീണ്ടും വരാൻ ഭയങ്കര ഇഷ്ടമാണ്. പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു സിറ്റിയിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ ബിൽഡിങ്സും എല്ലാം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മടുക്കുമല്ലോ. പക്ഷേ ഇതങ്ങനെയല്ല, ഇടയ്ക്കിടയ്ക്ക് വീണ്ടും വരാനായിട്ട് ഭയങ്കര ഒരു താല്പര്യമാണ്. മേ ബി എനിക്ക് സിറ്റി കുറച്ചുകൂടി ഇഷ്ടമുള്ളത് കൊണ്ടായിരിക്കാം. അപ്പോൾ ഞാൻ ഇന്ന് ബുക്ക് ചെയ്തിട്ടുള്ളത് ആക്ച്വലി ഈ ഒരു റെസ്റ്റോറൻറ്റിലാണ്, ട്രീ ഹൗസ് എന്ന് പറഞ്ഞിട്ട്. ഇതിൻ്റെ ഒരു 15th ഫ്ലോറിലാണ് ഞാൻ ബുക്ക് ചെയ്തിരിക്കുന്നത്. Good, you? Very well, thanks. How can I help? Yeah, I have reserved for 3:30 today. What was the name? Steffi. Steffi. Yeah. So your first time here? Yeah. It is. Welcome. Thank you. Yeah. Someone at the cellar. Just me. Yeah. Can I get a hibiscus alamave? Yeah. Then fajita bowl. Chicken fry double, yeah? Yeah, with the grilled chicken breast. Yeah, that's it. Yeah, sure. Thank you. This is my view currently. റിസർവ് ചെയ്യാനുള്ള റീസൺ തന്നെ ഇവിടെ ഈ വ്യൂ കാരണമാണ്. അത്ര അടിപൊളി വ്യൂ ആണ്. അപ്പം ഞാൻ ഇവിടെ വന്നപ്പോൾ ഞാൻ ഓൾറെഡി റിസർവ് ചെയ്യുമ്പോൾ സജഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് വിൻഡോ സീറ്റാണ് ഞാൻ പ്രിഫർ ചെയ്യണേന്ന്. പക്ഷെ ഇവിടെ വന്നപ്പോൾ അവർ പറഞ്ഞു ഭയങ്കര ബിസിയാണ്, അതുകൊണ്ട് വിൻഡോ സീറ്റ് ഉണ്ടാവില്ല. ഞാൻ കുറച്ച് വർഷമായി, കാരണം അത് ഡയറക്റ്റ് നമുക്ക് ഒരു വ്യൂ ഇല്ല, ബാക്ക് സീറ്റ് പോലെയാണ്. അപ്പോൾ എനിക്ക് കുറച്ച് വർഷമായി. ഞാൻ അവിടെ ഇരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞു ഗുഡ് ന്യൂസ് ഉണ്ട്, നിങ്ങൾക്ക് ഈ സീറ്റ് ഇവിടെ ഒരെണ്ണം വന്നിട്ടുണ്ട്, അപ്പോൾ അവിടേക്ക് മാറാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്നത്. എന്ത് അടിപൊളി വ്യൂ ആണെന്നറിയും ഇവിടെ. ഈ റെസ്റ്റോറൻറ്റിൽ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഫുൾ ഒരു ട്രീ ഹൗസ് പോലെ അവർ ഇൻറ്റീരിയർ മൊത്തം സെറ്റ് ചെയ്തിരിക്കണം. മൊത്തം ഒരു ഗ്രീനറി നേച്ചറായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു രീതിയിൽ. ഇനീഷ്യലി ഇന്ന് രാവിലെ ഞാൻ വരും പ്ലാൻ ചെയ്യുമ്പോൾ ഈ ഭയങ്കര ക്ലൗഡി ഡേ ഒക്കെ ഉള്ള എനിക്കൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം നമ്മൾ ഭയങ്കര ഒരു സമ്മറി ടൈം എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സണ്ണി ഡേ ഒക്കെ എക്സ്പെക്ട് ചെയ്യാം. അതാണ് എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ ഒരു ഇൻട്രസ്റ്റ്. പ്രത്യേകിച്ച് എനിക്ക് അകത്തിരിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ്. സോ അതുകൊണ്ട് ഞാൻ ഒന്ന് മടിച്ചു നിന്നു. പക്ഷേ ഞാൻ വിചാരിക്കുക ഞാൻ ആക്ച്വലി റിഗ്രറ്റ് ചെയ്തേനെ ഞാൻ വന്നില്ലെങ്കിൽ. കാരണം നമുക്ക് ഈ ചാൻസുകൾ കിട്ടുമ്പോൾ നമ്മൾ ശരിക്കും അത് യൂസ് ചെയ്യണം. അപ്പോൾ ഇതാണ് ഞാൻ ഓർഡർ ചെയ്ത ഫുഡ്. ഫജിത്ത ബൗൾ വിത്ത് ഗ്രിൽഡ് ചിക്കൻ, ദെൻ ഹൈബിസ്കസ് അലമാവെ. ഇതിലെല്ലാം കൂടെ ഇട്ടൊന്ന് ട്രൈ ചെയ്തേ. ഇപ്പോഴാണ് ഒരു കാര്യം റിയലൈസ് ചെയ്തത്. ഇത് ഈ ഐസ് ക്യൂബ്സ് ഉണ്ടല്ലോ, അത് ആക്ച്വലി ഫ്ലവറിൻ്റെ രൂപത്തിലാണ് ഇട്ടിരിക്കുന്നത്. കണ്ടോ? ഞാൻ സത്യം പറഞ്ഞ ഇന്നത്തെ ഡേ ഞാൻ ഹെഡ്ഫോൺസ് യൂസ് ചെയ്തിട്ടേ ഇല്ല. ഫുള്ളി ഞാൻ
എൻ്റെ ഒരു ടൈം, ചുറ്റുമുള്ള കാര്യങ്ങൾ എല്ലാത്തിനെയും കുറിച്ച് ശ്രദ്ധിച്ച് അങ്ങനെ സ്വയമായിട്ടുള്ള ഒരു ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മറിച്ച് ഇപ്പം നമ്മൾ ഹെഡ്ഫോൺസ് വെക്കുകയാണ്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഫ്രണ്ട്സിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. മറിച്ച് നമ്മൾ ഫുള്ളി നമ്മൾ ഇമേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ തോട്ട്സ് എല്ലാം നമ്മൾക്ക് ഓരോന്നിരുന്ന് ചിന്തിക്കാനും എല്ലാത്തിനും പറ്റും. ഇറ്റ്സ് എ ഡിഫറെൻറ്റ് ഫീലിംഗ്. ഞാൻ ഇപ്പോൾ ഫുഡ് കഴിച്ചിറങ്ങി. ഫുഡ് സത്യം പറഞ്ഞാൽ വയറ് ഫുൾ നിറഞ്ഞു. അവർ ഡെസേർട്ട് മെനു വേണമെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഒരു സ്പേസ് ഇല്ല. ഞാൻ പറഞ്ഞു വേണ്ട പറഞ്ഞു. പക്ഷേ ഞാൻ അവരുടെ ഫ്രഷ്ലി മെയ്ഡ് ചൂറോസ് നല്ലതാണെന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ട്രൈ ചെയ്യാനൊരു ഓപ്ഷൻ ഇല്ല. സോ നെക്സ്റ്റ് ഞാൻ പോണത് സൂപ്പർ ഡ്രഗിലേക്കാണ്. ഇവിടെ അടുത്ത് തന്നെയാണ്, ഒരു 10-15 മിനിറ്റ്സ് വാക്കുള്ളൂ. അപ്പോൾ സൂപ്പർ ഡ്രഗിൽ പോയിട്ട് കുറച്ച് ഐറ്റംസ് പർച്ചേസ് ചെയ്യണം. സോ ഗുഡ്. ഞാൻ വാങ്ങിച്ചത് സ്ട്രോബെറി പ്ലസ് എൽഡർ ഫ്ലവർ മാച്ച ലാറ്റയാണ് വിത്ത് ഓട്ട് മിൽക്ക്. സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ എല്ലാത്തിലും പ്രിഫർ ചെയ്യുന്നത് ഓട്ട് മിൽക്കാണ് ദാൻ നോർമൽ മിൽക്ക്. ഇപ്പോൾ കോഫി ആണെങ്കിൽ തന്നെ ഓട്ട് മിൽക്കിൽ കുടിച്ചിപ്പോൾ നോർമൽ മിൽക്കിൽ കുടിക്കുമ്പോൾ എനിക്കൊരു താല്പര്യക്കുറവാണ്. ഇത് കൊള്ളാം. ഇറ്റ് വർത്ത് ഫോർ ദ ഹൈപ്പ്. അപ്പോൾ ഞാൻ ഇവിടെ സ്റ്റാർബക്സിൽ വന്നിരിക്കുകയാണ്. ഞാനൊരു തിരാമിസു ഐസ്ഡ് ക്രീം ലാറ്റെ ഓർഡർ ചെയ്തു. ഇനി കുറച്ച് നേരം ബുക്ക് വായിക്കണം. അപ്പോൾ എൻ്റെ കറണ്ട് റീഡ് ഇതാണ്. അപ്പോൾ ഇത് കുറച്ച് നേരം ഇരുന്ന് വായിക്കണം. എന്നിട്ട് പിന്നെ ഐ എം ഗോയിങ് ബാക്ക് ഹോം.